ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി 2 മാസത്തേക്ക് അങ്ങോട്ട് വെക്കേഷൻ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ല ആന്റി ഏജിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഡ്രിങ്ക് എന്നും കുടിക്കണ്ട നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസം മാത്രം നമ്മൾ എടുത്താൽ മതി നന്നായിട്ട് നമ്മുടെ ഫേസും നമ്മുടെ സ്കിൻ ടോട്ടൽ ബോഡി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും ഒപ്പം നാച്ചുറൽ നല്ല ഗ്ലോയിങ് ആവും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഗ്ലൂട്ടാത്തിയോൺ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അതായത് നമ്മുടെ ബോഡിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു നല്ലൊരു നാച്ചുറൽ ഗ്ലൂട്ടാത്തിയോൺ ഡ്രിങ്ക് എന്ന് വരെ പറയാം കാരണം ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും നമുക്ക് ആ ഒരു ഗ്ലൂട്ടാത്തിയോൺ ഇഫക്റ്റ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കിട്ടുകയും ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബോഡി ബ്രൈറ്റനിങ് ഗ്ലോയിങ് ഒക്കെ ആവും കേട്ടോ പക്ഷെ നമുക്ക് എന്നും എടുക്കണ്ട ആഴ്ചയിൽ ഒരു 2-3 ദിവസം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെയിൻ ബെസ്റ്റ് പാർട്ട് ഈ ഒരു ഡ്രിങ്ക് ആന്റി ഏജിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫൈൻ ലൈൻസ് റിങ്കിൾസ് നമ്മുടെ ഫേസിൽ വരുന്ന പിഗ്മെന്റേഷൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കളറേഷൻ നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു ടാനിങ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കും കാരണം നമുക്ക് ഏജ് ആകുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചും കൂടി ഡള്ളായി കുറച്ചും കൂടി ഡ്രൈ ആയി നമുക്ക് പെട്ടെന്ന് അത് പലർക്കും പെട്ടെന്ന് ഫീൽ ചെയ്യും നമുക്കൊരു ഡ്രൈയിങ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് അല്ലെങ്കിൽ ബോഡിക്ക് ഒരു കളർ കുറഞ്ഞു വരുന്ന മാതിരി ഇതൊക്കെ നമുക്കൊരു ഏജിങ് പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ വരുന്നതാ അതിനൊക്കെ നമുക്ക് ഇത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും നമുക്ക് ആ ഒരു കുറച്ചും കൂടി നമ്മൾ ചെറുപ്പമായ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാം ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് പക്ഷെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കണത് മസ്റ്റാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്താലാണ് നമുക്ക് ഈ ഒരു നല്ലൊരു ഗുണം കാണാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കിതിനായിട്ടേ ഒരു പകുതി ബീട്രൂട്ട് എടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള ബീട്രൂട്ട് ഒരു മത്തങ്ങ പോലത്തെ ബീട്രൂട്ട് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ചെറിയ ബീട്രൂട്ട് ആണെങ്കിൽ ഒരെണ്ണം മുഴുവൻ എടുക്കാം പിന്നെ പകുതി കുക്കുംബർ കേട്ടോ പകുതി മതി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ മെയിൻ താരം പച്ചമഞ്ഞൾ പിന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലെമൺ ഉണ്ടെങ്കിൽ അതും നല്ലത് ഒരു ഹാഫ് പിന്നെ നിങ്ങൾക്ക് ഇത് അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റണത് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ എന്താ പറയാ തേങ്ങാ വെള്ളമല്ലേ അത് കരിക്കോ തേങ്ങാ വെള്ളമോ ഇപ്പൊ തേങ്ങ നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഇത് കുടിക്കണമെന്നാണെങ്കിൽ നമുക്കിപ്പോ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് അതിന്റെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു അല്ലെങ്കിൽ 1/2 ഗ്ലാസ് ആണെങ്കിൽ അതിന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് അരച്ചാൽ മതി ഇത് അപ്പൊ നോർമൽ വെള്ളം ഒഴിച്ച് അരക്കണേക്കാളും തേങ്ങാ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് അപ്പൊ നമ്മളതേ പച്ചമഞ്ഞളുടെ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ തൊലി ഓൾറെഡി കഴുകി വെച്ചതാ കഴുകി വെച്ചത് അതുപോലെ തന്നെ ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ അതായത് നമ്മുടെ സ്കിന്നിൽ ആ ഒരു ബ്രൈറ്റനിങ് ബൂസ്റ്റ് ചെയ്യാൻ ഗ്ലൂട്ടാത്തിയോണിന്റെ ആ ഒരു എന്താ പറയാ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും എസ്പെഷ്യലി നമ്മുടെ പച്ചമഞ്ഞളൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മൾ ഇതിന്റെ ഒരു ക്രീം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് അടിപൊളിയാണ് ഞാനിപ്പോ നോക്കി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്രീം ഭയങ്കര നല്ലതാണ് അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പച്ചമഞ്ഞൾ ഭയങ്കര നല്ലതാന്നുള്ളത് പക്ഷെ എന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ മതി കേട്ടോ പിന്നെ നമ്മളൊരു ക്യാപ്സ്യൂളിന്റെ ടൈപ്പ് ഒരു ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്നവരാണെങ്കിൽ സിമ്പിൾ ആണ് എളുപ്പമാണ് അപ്പൊ നമ്മൾ ഈ വെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിക്കണേ പകരം നിങ്ങൾക്ക് തേങ്ങ വെള്ളം ഒഴിക്കാം അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമ്മളിപ്പോ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം നേരെ അരയ്ക്കുക അരിക്കൊന്നും വേണ്ട അതിന്റെ ഫൈബറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേ നമ്മൾ ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്താ പറയാ കുടിക്കേണ്ടത് എങ്ങനെയാണെന്നും പിന്നെ നമുക്ക് വെയിറ്റ് ലോസിന് ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതും നമ്മൾ പറയുന്നുണ്ട് അതായത് ഇത് കുടിച്ച വെയിറ്റ് കുറയില്ല പക്ഷെ ഇത് കുടിക്കുമ്പോൾ ആ രീതിയിൽ കുടിച്ചാൽ നമുക്ക് വെയിറ്റ് കുറയാനും കൂടി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ എന്തായാലും നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇതേ ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരിക്കാതെ കുടിക്കുമ്പോൾ ഇതിൽ ആ ഫൈബർ കൂടി നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ അരിക്കാണ്ട് എടുക്കണേ പിന്നെ അതുപോലെ തന്നെ പച്ചമഞ്ഞൾ തന്നെ എടുക്കുക കേട്ടോ അതിലാണ് ഗ്ലൂട്ടാത്തിയോൺ ബൂസ്റ്റ് ചെയ്യണത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണത് അപ്പോൾ കുടിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് എംപ്റ്റി സ്റ്റൊമക്കിലൊന്നും കുടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ എടുക്കുന്ന ഒരു സമയം എനിക്ക് നന്നായിട്ട് തോന്നിയതും കുറച്ചും കൂടി വേറെ കുറച്ച് കാര്യങ്ങൾക്കും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10:30 അല്ലെങ്കിൽ ഒരു 11 to 12 വരെയുള്ള സമയമില്ലേ 12:30 പോകണ്ട 12 മണി വരെ ആ ഗ്യാപ്പിൽ കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് ചായ കാപ്പിയൊക്കെ സ്ഥിരമായിട്ട് അഡിക്റ്റഡ് ആയവർ അതൊന്ന് ജസ്റ്റ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇത് കുടിക്കാം കേട്ടോ ഈവനിങ് ഒരു 3:30 to 4 ഉള്ളിൽ അപ്പോൾ അതാണ് ഏറ്റവും നന്നായിട്ട് തോന്നുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് നിങ്ങളുടെ നമ്മളിപ്പോൾ നേരത്തെ ഡിന്നറൊക്കെ അതായത് 7 മണിക്കുള്ളിൽ നമ്മൾ ഡിന്നറൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ എടുക്കാൻ പോകണ നേരത്തെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുകയും ചെയ്യും അതും ബെറ്റർ ആയിരിക്കും കുടിക്കാനായിട്ട് അങ്ങനെ ആ ഒരു സമയങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ ഇത് നമ്മൾ എന്നും കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഏറ്റവും നന്നാവുക അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് കുടിക്കാം കേട്ടോ ഇത് ഇപ്പോൾ നല്ല തിക്കായിട്ടിരിക്കണം കാരണം ഇതിൽ നമ്മൾ അരിച്ചിട്ടില്ല അതിൻ്റെ എല്ലാ ഒരു ഗുണങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ട് പിന്നെ ഫ്രഷ് ആയിട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യാം
പിന്നെ എന്ന് പറഞ്ഞാലേ ഇത് നമുക്ക് വേഗം കുടിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ആ ഒരു എന്താ പറയുക ഇതിൻ്റെ ആ ഒരു മിക്സ് മുഴുവൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അരിച്ച് കുടിക്കുമ്പോൾ ഇതിൻ്റെ ഫൈബർ കുറേയൊക്കെ നഷ്ടപ്പെടും. അപ്പം നമുക്ക് റിസൾട്ട് ഇങ്ങനെ പതുക്കിന് കാണുള്ളൂ. അപ്പം നല്ലോണം നല്ല ഫാസ്റ്റായിട്ട് റിസൾട്ട് ഒക്കെ കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കണം ഏറ്റവും ബെറ്റർ ആവുക. പിന്നെ നമ്മുടെ വയറ് ഫില്ലായിരിക്കണം നേരത്തെ ഇത് കുടിക്കരുത്, കാരണം ഇത് കുടിച്ച് അത്യാവശ്യം വയറ് ഫില്ല്. അതാണ് ഞാൻ സമയം പറഞ്ഞത്. നമുക്കപ്പോൾ ഇതൊരു 11 to 12 ഉള്ളിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലഞ്ച്, അതായത് നമ്മുടെ ഉച്ചക്കലത്തെ ഊണ് കഴിക്കില്ലേ, ആ ഒരു സമയത്ത് ഒരത്യാവശ്യം ഒന്ന് ഫില്ലായിരിക്കും. അപ്പം നമ്മൾ അത്രയും കുറച്ചേ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുള്ളൂ. അതൊരു നല്ല കാര്യമല്ലേ. നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ നമ്മൾ ചെയ്യണവരാണെങ്കിൽ വയറ് അത്യാവശ്യം കുറച്ച് ഫില്ലാണ്. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ എടുക്കുന്നതിൻ്റെ അളവ് നമ്മൾ തന്നെ സ്വയം കുറയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പോൾ ഈവനിങ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈവനിങ് നമ്മളൊരു ചായയുടെ സമയത്ത് കുടിക്കുകയാണെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ നമ്മുടെ ഫുഡ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കും. അങ്ങനെ പിന്നെ രാത്രി നമുക്കിപ്പോൾ എന്തെങ്കിലും അങ്ങനെ കുറച്ചും കൂടി ഇപ്പോൾ നേരം വൈകി കിടക്കുന്നവരാണ്, ഒരു 10-11 മണി വരെ ഇരിക്കുന്നവരാണെങ്കിൽ നമ്മളൊരു 7 മണിയുള്ളിൽ നമ്മുടെ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ ഒരു കുക്കുമ്പറോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീയോ കുടിച്ചു കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, അപ്പോൾ ദേ നിങ്ങളെ അവസാനിപ്പിക്കട്ടെ. പെട്ടെന്ന് കുടിക്കാൻ പറ്റില്ല, കാരണം ഇത് നല്ലോണം ആ ഒരു അരിക്കാത്തതുകൊണ്ടേ അതിൻ്റെ ആ ഒരു മിക്സ് മുഴുവൻ ഉണ്ട്. പിന്നെ ഞാൻ ഒന്ന് വായ കഴുകിയിട്ട് വരാം, കാരണം വായന ഫുള്ളിങ്ങനെ തെരതിരിയായിട്ട് ഇരുന്നിട്ടേ വർത്തമാനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തണുപ്പിച്ചൊക്കെ കുടിക്കാം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ എരിവൊന്നുമില്ല കേട്ടോ, കാരണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്, നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്, അതിൻ്റെ എരിവൊന്നുമില്ല. ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു പുളിപ്പൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ലെമണും കൂടി ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ഗ്ലൂട്ടാത്തിയോൺ ഡ്രിങ്ക്. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. ഇത് ടീനേജേഴ്സുകാർക്ക് മുതൽ കുടിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആഴ്ചയിൽ ഒരു 3-2 തവണ മാത്രം മതി കേട്ടോ, എന്നും കുടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ക്യാപ്സ്യൂളായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, അതും ഭയങ്കര നല്ലതാണ്. അതും നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ രണ്ടും മാറി മാറി യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ആ ക്യാപ്സ്യൂളായിട്ടുള്ള നമ്മുടെ നെല്ലിക്കയുടെ ഒരു ഡ്രിങ്ക് എടുക്കാം. അപ്പം അങ്ങനെ ഒരു മാറ്റം നമുക്ക് ഇങ്ങനെ കിട്ടും. രണ്ടും കൂടി ആകുമ്പോൾ നല്ല എഫക്റ്റീവായിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് അത്യാവശ്യം നിങ്ങൾ വീട്ടിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് സമയം കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലേ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ ജോലിക്കാരാണെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. വൈകുന്നേരമൊക്കെ വന്നിട്ടൊന്ന് നമ്മുടെ കിടക്കണേക്കാൾ മുന്നേക്കെ ഒന്ന് കുടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം കിട്ടുമല്ലോ ആ സമയത്ത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. നല്ലോണം വ്യത്യാസം നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. നന്നായിട്ട് വേഗം തന്നെ ഫാസ്റ്റായിട്ട് നമുക്കിത് കാണുകയും ചെയ്യും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.